Dear students, നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് എടുത്തിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഇത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോഡ്സ് എ ബി ആൻഡ് സി ഡി ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് പി. എ ബി ഈക്വൽ ടു 10 cm, പി ബി ഈക്വൽ ടു 4 cm and PD equal to 3 cm. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് PA? സെക്കൻഡ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. PAയുടെ ലെങ്ത് കാണണം, PCയുടെ ലെങ്ത് കാണണം. ഓക്കെ, ഇതൊരു സർക്കിളാണ്. AB എന്ന് പറഞ്ഞത് ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. അതേപോലെ തന്നെ CD എന്ന് പറയുന്നത് മറ്റൊരു കോഡാണ്. അപ്പോൾ ഈ സർക്കിളിൽ രണ്ട് കോഡുണ്ട്, AB യും CD യും. ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അതാണ് എന്ത്? P. എന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഇങ്ങനെ ഡയമീറ്റർ അല്ലാത്ത രണ്ട് കോഡുകൾ സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക ഒരു പോയിന്റിൽ. ഒന്ന് AB എന്ന് പറഞ്ഞ കോഡും മറ്റൊന്ന് CD യും P എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഇതിൻ്റെ പാർട്സ്, അതായത് AP യും PB യും PC യും PD യും ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഇതാണ്: PA എന്ന് പറഞ്ഞ പാർട്ട് ഇൻറ്റു അടുത്ത പാർട്ട് PB ഈക്വൽ ടു. അപ്പോൾ ഈ രണ്ട് പാർട്ടിൻ്റെ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വലാണ്? ഈ രണ്ട് പാർട്ടിൻ്റെ പ്രോഡക്റ്റിനോടും ഈക്വലാണ്. PC ഇൻറ്റു PD. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഒരു സർക്കിള്, അതിൻ്റെ രണ്ട് കോഡ്സാണ് എന്ത്? AB യും CD യും. അത് P എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ P ഈ കോഡിലുണ്ടാക്കുന്ന രണ്ട് പാർട്സ്, ദേ PA PB PC PD, ഈ ഇവരുടെ പ്രോഡക്റ്റ്, അതായത് PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് PA? ഈ അളവാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കണേ? ക്വസ്റ്റ്യനിൽ AB തന്നിട്ടുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് തന്നിട്ടുണ്ട്. അത് അപ്പോൾ AB തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കണേ? PB ഇതും തന്നിട്ടുണ്ട്. AB മുഴുവനായിട്ടും തന്നിട്ടുണ്ട്, PB യും തന്നിട്ടുണ്ട്. അപ്പോൾ ABയിൽ നിന്ന് PB കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടൂലേ? PA കിട്ടൂലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PA എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? ABയിൽ നിന്ന് AB മൈനസ് PB. ABയിൽ നിന്ന് ഈ ഭാഗം കുറയ്ക്കുക. AB എത്രയാണ്? 10 ആണ്. 10 മൈനസ് PB എത്രയാണ്? PB 4 ആണ്. 10 മൈനസ് 4 ഈക്വൽ ടു 6 cm. എളുപ്പമല്ലേ? PAയുടെ ലെങ്ത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. PCയുടെ ലെങ്ത് കാണണം. വേറെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിലേഷൻ ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റ്, പാർട്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിലേഷൻ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. എത്രയാണ് PA? ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലേ? എത്രയാണ്? 6. അപ്പോൾ 6 ഇൻറ്റു PB എത്രയാണ്? ഇത് തന്നിട്ടുണ്ട്. PB 6 ഇൻറ്റു 4 ഈക്വൽ ടു PC. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ PC അതേപോലെ തന്നെ എഴുതി. ഇൻറ്റു PD എത്രയാണ്? PD 3 cm. PC ഇൻറ്റു 3 cm. അതായത് PC ഇൻറ്റു 3 ഈക്വൽ ടു 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ PC എത്രയാണ്? PC ഈക്വൽ ടു 24/3 ഈക്വൽ ടു 8 cm. എളുപ്പമല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. എന്ത്?
ഇത് പഠിക്കുക. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തത്. ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, മുമ്പ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി സി ഡി is a cyclic quadrilateral. Also, angle A plus angle D equal to 210 degree. Angle D plus angle C is equal to 250 degree. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എ, what is angle A plus angle C? Angle C. Question B, find the measures of angle A and angle C. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ എയും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാണ്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്തെന്ന്? എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്ററാണ്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ 180 ആണ്. സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? അപ്പോൾ ഇത് എത്രയാണ് ആൻസർ? 180. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും മെഷർ അറിയണം. ഇപ്പം നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടി? 180 കിട്ടി. പക്ഷേ അതുകൊണ്ട് പോരാ, ആംഗിൾ എ എത്രയാണ്, ആംഗിൾ സി എത്രയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം, ഇവിടെ നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്. എന്താണ്? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 210 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി. അപ്പോൾ ഞാനതിനെ ആംഗിൾ ഡി എന്നുള്ളത് ഇവിടെ എഴുതുന്നു, ഇതിൻ്റെ നേരെ താഴെ ആംഗിൾ ഡി എന്ന് എഴുതുന്നു, പ്ലസ് ആംഗിൾ സി ഇവിടെ എഴുതി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 250 എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി നമുക്കിവിടെ 210 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി 250 എന്നുള്ളതിന് ഞാൻ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതി. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 250 എന്ന് എഴുതി. ഇനി ഇതിപ്പോൾ രണ്ട് ഇക്വേഷൻ ആണെന്നിരിക്കുക. അത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആണെന്ന് വിചാരിക്കാം. ഞാൻ 2 എന്ന് 1 കുറയ്ക്കുകയാണ്. ഇക്വേഷൻ 2 എന്ന് 1 കുറയ്ക്കുകയെന്ന് പറയും. അതായത് ആംഗിൾ സി എന്ന് ആംഗിൾ എ, ആംഗിൾ സി മൈനസ് ആംഗിൾ എ. ഈ ഭാഗം എന്താവും? ആംഗിൾ ഡി എന്ന് ആംഗിൾ ഡി കുറച്ചാൽ ആ ഭാഗം 0 ആയിപ്പോയി. അപ്പോൾ ആംഗിൾ സി മൈനസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു, ഈ ഭാഗം അതുപോലെ കുറയ്ക്കുക. 250 എന്ന് 210 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. ആംഗിൾ സി മൈനസ് ആംഗിൾ എ ഈക്വൽ ടു 14. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ 3 എന്ന് എഴുതിക്കോ. ആംഗിൾ സി മൈനസ് ആംഗിൾ എ ഈക്വൽ ടു 40 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതട്ടെ. ആംഗിൾ സി മൈനസ് ആംഗിൾ എ ഈക്വൽ ടു എത്രയാണ്? 40 എന്ന് എഴുതി. അത് ഇക്വേഷൻ 3 ആണ്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180, അതും കൂടി എഴുതിയേ. ആംഗിൾ എ, അപ്പോൾ ഞാൻ ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്നുള്ളിടത്ത് ആംഗിൾ സിനെ ഞാൻ ആദ്യം എഴുതണം. ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു എത്രയാണ്? നമുക്ക് കിട്ടി 180 എന്ന് കിട്ടി. ഇതിന് വേണമെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇക്വേഷൻ നമ്മുടെ ഓർഡറിൽ 1 2 3 കൊടുത്തുകൊണ്ട് ഇതിന് വേണമെങ്കിൽ 4 എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. കൊടുക്കാം. ഇനി ഇത് ആഡ് ചെയ്ത് നോക്കി. ആംഗിൾ സിയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 2 ആംഗിൾ സി പ്ലസ് ആംഗിൾ എയും മൈനസ് ആംഗിൾ എയും കൂടി കൂട്ടിയാൽ അത് 0 ആയി. 180 പ്ലസ് 40 ഈക്വൽ ടു 180 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 220 എന്ന് വരും. 2 ആംഗിൾ സി എന്ന് പറഞ്ഞത് 220 ആണെങ്കിൽ ആംഗിൾ സി എത്രയാണ്? ആംഗിൾ സി എന്ന് പറഞ്ഞത് 220യുടെ പകുതി അല്ലേ? 220/2 ഈക്വൽ ടു 110. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ സി എന്നുള്ളത് 110 എന്ന് കിട്ടി. ഇനി ആംഗിൾ എ കിട്ടാൻ എളുപ്പമല്ലേ? എത്രയാണ് ആംഗിൾ എ? ആംഗിൾ എ 70 ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 110 ഈക്വൽ ടു
70 എന്ന് എഴുതാം. ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 110 ഈക്വൽ ടു 70. എന്താ കാരണം? സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ എന്താണ്? 180 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെൻ്ററി. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O is the center of the circle. A, B, C, D, E are points on it. Angle EAB equal to 120 degree. Angle EPD is equal to 100 degree. Find the measures of angle EDB, angle ECB and angle DBC. അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. O എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. ആംഗിൾ EAB 120, EAB ഈ ആംഗിൾ 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ EPD ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ EP, അതായത് ഇത് ഈ രണ്ട് കോഡും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് P തന്നേക്കണേ. അപ്പോൾ EPD ഈ ആംഗിളാണ് എന്ത്? 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ EDB കാണണം. ആംഗിൾ EDB എത്രയായിരിക്കും? ആംഗിൾ EDB ഈ ആംഗിളാണ് നമ്മളോട് ചോദിച്ചേക്കണത്. അപ്പോൾ നോക്കിയേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? EDBA. ഓക്കെ, ഇതിൻ്റെ 4 വേർട്ടെക്സും EDBA 4 സർക്കിളിലാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 180 നിന്ന് 120 കുറച്ചാൽ എത്രയാണ്? 60. നമുക്കിത് 60 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ EDB ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 180 മൈനസ് ഈ ആംഗിൾ EAB which is equal to 180 minus 120 equal to 60. അതിൻ്റെ റീസൺ എന്താ എഴുതണം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെൻ്ററി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി എന്താണ്? ആംഗിൾ ECB. ഏതാണ് ആംഗിൾ ECB? ഈ ആംഗിൾ ECB കാണണം. നോക്കിയേ, നമ്മൾക്ക് ആംഗിൾ EDB എത്ര? 60 അല്ലേ? EDB ഇനി നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് തുടങ്ങുന്നു. ECB എൻഡ് ചെയ്യണത് എവിടെയാണ്? ബിയിൽ തന്നെ. EDB എന്ന് പറഞ്ഞ ആംഗിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആംഗിൾ EDB. അതേപോലെ ഇയിൽ തുടങ്ങി ബിയിൽ എൻഡ് ചെയ്യണം. ECB. നമ്മളൊരു പോയിൻ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ആൻഡ് ദ സെയിം സെഗ്മെൻ്റ് ആർ ഈക്വൽ. ഒരേ സെഗ്മെൻറ്റിലുള്ള ആംഗിൾസ് ഇത് 60 ആണെങ്കിൽ എന്താണ്? ഇതും 60 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ECB ഇസ് ഈക്വൽ ടു ആംഗിൾ ഇത് തന്നെ EDB. ആംഗിൾ EDB വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ക്ലിയർ ആയോ? ECB ഈക്വൽ ടു ആംഗിൾ ECB ഈക്വൽ ടു ആംഗിൾ EDB ഈക്വൽ ടു 60. അപ്പോൾ ഇത് കിട്ടി നമുക്ക്. ഇനി എന്താണ്? ആംഗിൾ DBC കാണണം. DBC ഈ ആംഗിൾ കാണാം. അപ്പോൾ ഇത് നമുക്ക് 60 എന്ന് കിട്ടി. ഓക്കെ, ഈ ആംഗിളിൽ ഇത് 100 ഡിഗ്രി അല്ലേ? ഇത് 100 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിളും അതെന്തായിരിക്കും? 100 ആയിരിക്കും. അത് പറയാം, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ EPD നമുക്ക് 100 എന്ന് കിട്ടിയിട്ടുണ്ട്. Therefore ആംഗിൾ BPC എന്താണ്? 100 ആണ്. വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് 100 ആണ്, ഇത് 60 ആണ്. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ബാക്കിയുള്ള ഇതല്ലേ? ഈ ആംഗിൾ അല്ലേ? 100 പ്ലസ് 60 160 പോയി. ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. 180 നിന്ന് 160 കുറച്ചാൽ എത്രയാണ്? 20. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് കിട്ടും? നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എന്തെന്ന് എഴുതാം? എന്തായിരുന്നു? ആംഗിൾ DBC ഈസ് ഈക്വൽ ടു 180 മൈനസ് ഓഫ് എന്തെന്ന് എഴുതാം? 60 പ്ലസ് 100 എന്ന് എഴുതാം.
equal to 180 minus 160 equal to 20 degree. Clear ആയോ? അടുത്ത question. In the figure, angle ADC equal to angle BCD. Prove that angle ABC is equal to angle BCE. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ പറഞ്ഞേക്കണ എ ഡി സി എന്ന് പറഞ്ഞ ആംഗിൾ എ ഡി സി ഈ ആംഗിളും ബി സി ഡി എന്ന് പറഞ്ഞ ആംഗിൾ ബി സി ഡി ഈ ആംഗിളും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ബി സി ഈക്വൽ ടു ബി സി എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നോക്കിയേ, ആംഗിൾ എ ഡി നമുക്ക് തന്നേക്കണം എന്താ, ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. അത് ഗിവൺ ആണ്, തന്നിട്ടുണ്ട് നമുക്ക്. ഇനി നോക്കാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ബി സി ആണ്. എ ബി സി എന്ന് പറയുന്നത് ബി സിയോട് ഈക്വലാണ്, ബി സി ഇ ഈ ആംഗിളിനോട് ഇതാണ്. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ഈ ആംഗിളും ബി സി ഇ എന്ന് പറഞ്ഞ ഈ ആംഗിളിനും ഈക്വലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ. നോക്കി, ഇതിൻ്റെ വേർട്ടെക്സ് ഒക്കെ എ ബി സി ഡി ഇതൊക്കെ സർക്കിളിലാണ്, സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. എന്താ സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും, 180 ആയിരിക്കും. ഈ ആംഗിളും ആംഗിൾ എ ബി സിയും ആംഗിൾ എ ബി സി പ്ലസ് ഇതും കൂടി കൂട്ടിയാൽ ആംഗിൾ എ ഡി സിയും കൂടി കൂട്ടിയാൽ എത്രയാണ്, 180 ആണ്. റീസൺ എന്താ, അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിന് ആംഗിൾ എ ബി സി ഒന്ന് നിർത്തി അവിടെ. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ ഡി സി. ഈ പ്ലസ് എ ഡി സി അങ്ങോട്ട് പോയാൽ മൈനസ് എ ഡി സി ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ ഡി സി. നമുക്കറിയാം ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ബി സി ഡി തന്നിട്ടുണ്ട് അല്ലേ. 180 മൈനസ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു, ഓക്കെ, ബി സി ഡി എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ, ബി സി ഡി ഈ ആംഗിൾ അല്ലേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് 180 അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇതൊരു ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞത് 180 ആണ്. 180 ഈ ആംഗിൾ കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക്, ബി സി കിട്ടൂലേ. അതല്ലേ എഴുതിയേക്കണേ, 180 മൈനസ് ആംഗിൾ ബി സി ഡി. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്, ബി സി ഇ ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. കാരണം ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ലീനിയർ പെയർ എന്ന് പറയാം അതിന്. ഈ ആംഗിളും രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പോൾ 180 ഈ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ബി സി ഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ബി സി ഇ കിട്ടി. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ എന്ന് പ്രൂവ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അടുത്ത സെഷനിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.